ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള കരാറ് സൗദി അറേബ്യ മറക്കരുത്. ഞങ്ങളുമായിട്ടുള്ള കരാറുണ്ട് 3 മേഖലയിൽ. പ്രതിരോധ മേഖലയിലുണ്ട്, സാമ്പത്തിക മേഖലയിലുണ്ട്, ഊർജ്ജ മേഖലയിലുണ്ട്. സാമ്പത്തിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ടത്. അതുകൊണ്ട് ആ കരാറ് മാന്യമാണ്, സഹോദര്യത്തോടെ ഉള്ളതാണ്, ദീർഘകാലത്തേക്കുള്ളതാണ്. ആ കരാറിൽ എന്തെങ്കിലും മാറ്റം ഞങ്ങൾ ഇതുവരെ വരുത്തിയിട്ടില്ല. സൗദി അറേബ്യ അങ്ങനെ വല്ല മാറ്റവും വരുത്തുന്നുണ്ടെങ്കിൽ പറയണം. അപ്പൊ ഇപ്പോൾ ഉണ്ടാക്കുന്ന കരാറിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതേ ധാരണ എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധം, ഊർജം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ കരാറുണ്ടാക്കുന്നതിന് അർത്ഥമുണ്ട്. എന്താ കാര്യം? ഇന്ത്യ ഈ മേഖലയിലൊക്കെ നേടിയ പുരോഗതി സൗദി അറേബ്യക്ക് ഉപയോഗപ്പെടുത്താം. കാരണം സൗദി അറേബ്യ വളർച്ചയുടെ ഘട്ടത്തിലാണ്. സൗദി അറേബ്യയുടെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും പ്രതിരോധം ഉൾപ്പെടെ അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ഇന്ത്യക്കും ഉപകാരപ്പെടും. ഇങ്ങനെ വല്ല സഹായവും പാകിസ്ഥാനെ കൊണ്ട് സൗദി അറേബ്യക്ക് കിട്ടാനുണ്ടോ? പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ കരാറുണ്ടാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാൻ? ആലോചിച്ചു നോക്കും. അപ്പൊ സൗദി അറേബ്യ മണ്ടത്തരവും ചെയ്യും തോന്നുന്നില്ല. മണ്ടത്തരം ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇന്ത്യ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുമായിട്ട് ധാരണയുണ്ടല്ലോ, ആ കരാർ ഓർമ്മയുണ്ടല്ലോ, അത് മാന്യമായി പാലിച്ചു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അപ്പോ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് വന്നൊരു വിശദീകരണം സൗദി അറേബ്യ പറഞ്ഞിട്ടുള്ളത് അത് പ്രാദേശികമായ ഒരു സഹകരണത്തിന്റെ പ്രശ്നമാണ്. ഏതാ ഈ പ്രദേശം? സൗദി അറേബ്യക്ക് പ്രാദേശികമായ സഹകരണത്തിന് പാകിസ്ഥാന്റെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിക്കുന്നു, യമൻ പിന്നെ ഹൂത്തികൾ ആക്രമിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ ഈ പാകിസ്ഥാനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പൊ പിന്നെ ആർക്കാണ് ആ പ്രാദേശികം? പാകിസ്ഥാന് നേരെ പ്രാദേശികമായി എന്തെങ്കിലും ആക്രമണം വന്നാൽ രക്ഷിക്കുന്നാണല്ലോ, സഹായിക്കുന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ അതേ പ്രാദേശിക രക്ഷ ഇന്ത്യക്കും തരേണ്ടതല്ലേ? ഇപ്പൊ തരണമല്ലോ സൗദി അറേബ്യ. അത് ആ ഘട്ടത്തിലാണ് ഇന്ത്യ ചോദിച്ചത്. ഇതേ കരാറുകളൊക്കെ എത്രയോ കാലമായി മാന്യമായി തുടർന്നു വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് സൗദി അറേബ്യക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്.